നമസ്കാരം. മിനിഞ്ഞാന്ന് അധികാരമേറ്റ UDF സർക്കാരിന് ഒരു നിമിഷം പോലും ശ്വാസം വിടാൻ ഉള്ള അനുവാദം കൊടുക്കരുത് എന്നാണ് CPM-ന്റെ തീരുമാനം. ഇതിനുള്ള നിർദ്ദേശം അന്തം കമ്മികൾക്കൊക്കെ കൊടുത്തിരുന്നു. പരമാവധി സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള നിർദ്ദേശം പാർട്ടി നേതാക്കൾ കൊടുത്തിരുന്നു. ഇതിൻ്റെയൊക്കെ ആദ്യത്തെ സൂചനയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലി എന്ന് ആരോപിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നത്. അയാൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിരുന്നു. അതിനുശേഷം അത് വലിയ ചർച്ചയായി. പിന്നീട് എങ്ങനെയാണ് അടുത്ത മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത്, തുടർ പെൻഷൻ നൽകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് LDF കൺവീനർ TK രാമകൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു. ആശാവർക്കർമാർക്ക് 3000 രൂപ വേതന വർധനവ് പ്രഖ്യാപിച്ചതിനു ശേഷം മുൻ ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത് വന്നത് മല എലിയെ പ്രസവിച്ചതുപോലെ ആയല്ലോ എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ്. അങ്ങനെ പല തരത്തിലാണ് ഈ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ അന്തം കമ്മികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3000 രൂപ ആശാവർക്കർമാർക്ക് വേതന വർധനവ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അന്തം കമ്മികൾ സമൂഹ മാധ്യമത്തിൽ ചോദിക്കുന്നത് എവിടെ നിന്നാണ് ഈ പൈസ, ഖജനാവ് കാലിയാണെന്നല്ലോ നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും ഈ മണ്ടന്മാർക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അവർക്ക് തലയ്ക്കകത്ത് യാതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരിതും ഇതിനപ്പുറവും പറയും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. എന്തായാലും വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലിയതിനെതിരെ നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹം പുറത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ആദ്യം ഞാൻ വായിക്കാം, അതിനുശേഷം അതിനെക്കുറിച്ച് ഞാൻ പറയാം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവന എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്നത്, കേരളത്തിലെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരഗാനം പൂർണ്ണമായും അവതരിപ്പിച്ചത് തെറ്റായ നടപടിയാണ്. വന്ദേമാതരഗാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവതരിപ്പിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിന് യോജിച്ചതല്ല എന്ന നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് പ്രവർത്തക സമിതി തന്നെയാണ്. 1937 ഒക്ടോബർ 30 നടന്ന പ്രവർത്തക സമിതി ഔദ്യോഗിക പ്രമേയത്തിൻ്റെ ഭാഗമായാണ് ഇവ വെട്ടിമാറ്റിയത്. ഇത്തരത്തിൽ മാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. 1950 ജനുവരി 24-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1937 കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനിച്ച വന്ദേമാതരഗാനത്തിൻ്റെ ആദ്യത്തെ 8 വരി മാത്രമേ ദേശീയ ഗീതമായി അവതരിപ്പിക്കാൻ പാടുള്ളൂവെന്ന് വ്യക്തമാക്കിയതുമാണ്. വന്ദേമാതരഗാനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒരു പ്രത്യേക മതത്തിൻ്റെ മാത്രം വിശ്വാസങ്ങളെ അവതരിപ്പിക്കുന്നതാണ്. അത് ദേശീയ ഗീതമായി സ്വീകരിക്കുന്നത് ബഹുസ്വര സമൂഹത്തിന് അനുയോജ്യമല്ലെന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മാറ്റമുണ്ടായത്. അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായി അവതരിപ്പിച്ചത്. ബംഗാളിൽ BJP അധികാരത്തിൽ വന്നിട്ടും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇത്തരമൊരു ഗാനം ആലപിച്ചിരുന്നില്ല എന്ന് കാണണം. ഇവിടെ പോലും അവതരിപ്പിക്കാത്ത ഗാനമാണ് ഇപ്പോൾ കേരളത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബഹുസ്വര സമൂഹത്തെ ദുർബലപ്പെടുത്തുന്നതിന് ഇടയാക്കുന്ന യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. വർഗീയമായി ജനങ്ങളെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാകുന്ന ഘട്ടത്തിൽ മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കുന്ന ഒരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഗോവിന്ദൻ്റെ ഈ കുറിപ്പ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവന എന്നൊക്കെയാണ് തള്ളുന്നത്. എന്തായാലും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച വേദിയിൽ ഈ പറയുന്ന ഗോവിന്ദനും ഉണ്ടായിരുന്നു. പക്ഷേ ഗോവിന്ദൻ എതിർത്തില്ല. അപ്പോൾ ഗോവിന്ദന് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. പുറത്തിറങ്ങിയപ്പോഴാണ് പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. എങ്ങനെയെങ്കിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കണം, സർക്കാരിന് ശ്വാസം വിടാനുള്ള അനുമതി പോലും കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഈ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നതുപോലെ ഗോവിന്ദനും ഒരു തള്ളി കൊടുത്തത്. അപ്പോൾ എന്തായാലും ഈ ഗോവിന്ദൻ്റെയൊക്കെ ഈ ഒരു കുത്തിത്തിരിപ്പ് സ്വഭാവമുണ്ടല്ലോ, അതൊരിക്കലും മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ പിണറായി വിജയൻ്റെ ഭരണത്തിൽ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു കേരളത്തിലെ പൊതുജനങ്ങൾ. പക്ഷേ അത് ഇനിയും അതിന് അനുവദിക്കില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് ഈ CPM-കാരുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഗോവിന്ദൻ ചെയ്യേണ്ടത്, ഈ നാടിനു വേണ്ടി, ഈ പാർട്ടിക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഗോവിന്ദനെ പോലെയുള്ള നേതാക്കൾ ചെയ്യുന്നത്, പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾ ചെയ്യുന്നത്, ഇത്രയും കാലം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ കഴിഞ്ഞ കാലയളവിൽ നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയതിനു ശേഷം നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം സമൂഹത്തിനുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിനല്ലാതെ സമൂഹത്തിനുണ്ടായിട്ടുണ്ടോ? എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ അറിവോട് കൂടി തന്നെയായിരിക്കുമല്ലോ പല കൊലപാതകങ്ങളും. എല്ലാം അല്ലെങ്കിലും പല രാഷ്ട്രീയ കൊലപാതകങ്ങളും എന്തായാലും മുതിർന്ന നേതാക്കളായ നിങ്ങൾ അറിയാതിരിക്കില്ലല്ലോ. എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. ചെങ്കൂണകം കുത്തി എത്രയോ തൊഴിലിടങ്ങൾ പൂട്ടിച്ചു. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം മുട്ടിച്ചു. സമരം ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ മുട്ടിച്ചു. അങ്ങനെ എന്തെല്ലാം ചെയ്ത അവസാനം ഈ പാർട്ടിയെ പോലും തകർത്തു തരിപ്പണമാക്കിയ ഗോവിന്ദനും വിജയനെയും പോലെയുള്ള നേതാക്കൾ, യാതൊരു ഗുണവുമില്ലാത്ത, സമൂഹത്തിനോ ആർക്കുമോ സ്വന്തം കുടുംബത്തിനല്ലാതെ യാതൊരു ഗുണവുമില്ലാത്ത നേതാക്കളൊക്കെ ചെയ്യേണ്ടത്, ഇത്രയും കാലം ജനങ്ങളെ ദ്രോഹിച്ചില്ലേ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ഈ സമൂഹത്തിനും ഈ പാർട്ടിക്കും ഈ പ്രസ്ഥാനത്തിനും ഒക്കെ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പണി മതിയാക്കി നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിരിക്കുക. നിങ്ങളുടെ പേരക്കുട്ടികളെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള കാലം
രാമനാമം ചൊല്ലി. കാരണം നിങ്ങളൊക്കെ വിശ്വാസികളാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി. രാമനാമം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പൊന്നു ഗോവിന്ദ.